നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വ്യാപാരി സംഘടനകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ കടയടപ്പ് സമരം പൂർണ്ണം. വലിയപറമ്പ പടന്നക്കടപ്പുറം റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വലിയപറമ്പ വികസന സമിതിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധ സമരം. ടെലിവിഷൻ സീരിയലുകൾ ജനങ്ങളിൽ സാംസ്കാരിക വിഷം കുത്തിനിറയ്ക്കുകയാണെന്ന് ചലച്ചിത്ര താരം പ്രേംകുമാർ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ പല സ്ത്രീ കഥാപാത്രങ്ങൾ ഈ TV സീരിയലുകളിലൊക്കെ വരുന്നത്. എന്തൊരു അഹംഭാവവും ധിക്കാരവും ഒക്കെയാണ് അത്തരം കഥാപാത്രങ്ങൾ. കാങ്കോൾ ടൗണിൽ ഓവുചാൽ സ്ലാബ് തകർന്നത് ജനങ്ങൾക്ക് ദുരിതമാക്കുന്നു. ISO പുരസ്കാരത്തിന് പിന്നാലെ ജില്ലയിലെ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫിയും പെരിങ്ങോം വയക്കര പഞ്ചായത്തിന്. ഇരട്ട നേട്ടത്തിന്റെ ആഹ്ലാദത്തിൽ ഭരണസമിതിയും ജനങ്ങളും. വാർത്തകൾ വിശദമായി. വ്യാപാരി സംഘടനകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ കടയടപ്പ് സമരം പൂർണ്ണം. സമരം പലയിടങ്ങളിലും ഹർത്താലിന്റെ പ്രതീതി ജനിപ്പിച്ചു. കച്ചവടക്കാർക്ക് ജോലി സ്ഥിരത ഉറപ്പുവരുത്തും വിധം വാടക കുടിയാൻ നിയമം നടപ്പാക്കണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി തുടങ്ങി വിവിധ സംഘടനകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ കടയടപ്പ് സമരത്തിൽ കച്ചവടക്കാർ ഒന്നടങ്കം പങ്കെടുത്തു. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും കടകൾ അടഞ്ഞുകിടന്നതോടെ ജനങ്ങൾ ദുരിതത്തിലായി. പലയിടങ്ങളിലും കടയടപ്പ് സമരം ഹർത്താലായി മാറി. വാഹനങ്ങൾ ഓടുന്നുണ്ടെങ്കിലും ജനങ്ങൾ നന്നേ കുറവായിരുന്നു. വ്യാപാരികൾ കടകൾ അടച്ചിട്ടതോടെ പയ്യന്നൂർ നഗരം തെരുവു കച്ചവടക്കാർ കൈയടക്കി. രാവിലെ മുതൽ ഫുട്പാത്തിൽ സാധനങ്ങൾ നിരത്തി കച്ചവടം പൊടിപൊടിച്ചു. കടയടപ്പ് സമരം തെരുവു കച്ചവടക്കാർക്ക് കൊയ്ത്തുകാലമായി മാറി. ആഹ്വാനം ചെയ്ത കടയടപ്പ് സമരം പയ്യന്നൂരും പരിസര പ്രദേശങ്ങളിലും ഹർത്താലിന് വഴിമാറി. സംഘടനകളിൽ അംഗങ്ങളായവർ മാത്രമല്ല, ചെറുകിട കച്ചവടക്കാർ പോലും സമരത്തിന് അണിചേർന്നപ്പോൾ ഇത് ബന്ദിന്റെ പ്രതീതിയായി മാറി. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ടി ബാബു, പഴയങ്ങാടി. കരിവെള്ളൂർ, കാങ്കോൽ, മാത്തിൽ എന്നിവിടങ്ങളിലും വ്യാപാരി സമരം പൂർണ്ണം. വിവിധ സ്ഥലങ്ങളിൽ സമരത്തിന്റെ ഭാഗമായി പ്രകടനവും നടന്നു. വ്യാപാരികളുടെ നട്ടലൊടിക്കുന്ന സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു കടയടപ്പ് സമരം. കരിവെള്ളൂർ, കാങ്കോൽ, മാത്തിൽ എന്നിവിടങ്ങളിലും കടകൾ തുറന്ന് പ്രവർത്തിച്ചില്ല. ഗ്രാമങ്ങളിൽ പോലും കടകൾ തുറക്കാതിരുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാഴ്ത്തി. സർക്കാർ തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് വ്യാപാരി വ്യവസായി സമിതി കാങ്കോൾ യൂണിറ്റ് അംഗം പറഞ്ഞു. എന്നാന്ന് വെച്ചാൽ പഴയ കണക്കെല്ലാം വലിച്ചെടുത്ത് നോക്കി ഒപ്പിട്ട പഴയ കണക്ക് വലിച്ചെടുത്തിട്ട് അത് രണ്ടാമതും അവിടെ കൊണ്ടുപോയി കാണിക്കണം. ഇത് നമ്മുടെ കമ്മീഷണർ ഓർഡറാണ് ഇല്ലാന്ന് അവർ പറയുന്നത്. കമ്മീഷൻ എടുത്ത് നമ്മൾ നേരിട്ട് പോയി നോക്കുമ്പോൾ പറഞ്ഞു ഇത് ഞാൻ ഇങ്ങനത്തെ ഓർഡറേ ഇല്ല. വാണിജ്യ വകുപ്പ് പറയുന്നത് വെച്ചാൽ വാക്കാലിലെ ഓർഡറാണ്. നിത്യാനന്ദ കമ്മത്ത്, PV ഗോപി, KV മുരളീധരൻ, MV സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാകാതെ കരാറുകാരൻ പണി നിർത്തിവെച്ചു. കാൽനടയാത്ര പോലും ദുഷ്കരമായ വലിയപറമ്പ പടന്നക്കടപ്പുറം റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വലിയപറമ്പ വികസന സമിതിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. ₹3,80,00,000 ചെലവിൽ കരാറുറപ്പിക്കുകയും റോഡ് പണി ആരംഭിച്ച് കരിങ്കല്ലും ജില്ലിയും തുടങ്ങിയ നിർമ്മാണ സാമഗ്രികൾ ഇറക്കിവെക്കുകയും കാൽനടയാത്ര പോലും ദുസ്സഹമാവിധം റോഡിൽ മാർഗതടസ്സം വരുത്തിവെച്ചതിനു ശേഷം പണി നിർത്തിവെച്ച് ജനങ്ങളെ ദ്രോഹിക്കുകയാണ് കരാറുകാരൻ. ഇരുചക്രവാഹനം പോലും കടന്നുപോകാൻ പറ്റാത്ത വിധം മാസങ്ങളായി ദ്വീപ് നിവാസികൾ ദുരിതമനുഭവിക്കുകയാണ്. കരിങ്കൽ കൂനയിൽ തട്ടിവീണ് ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ചയായിരിക്കുകയാണ്. പഞ്ചായത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഉദിനൂർ കടപ്പുറം സ്കൂളിലേക്കോ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് കാര്യാലയത്തിലേക്കോ എത്തിപ്പെടാൻ കഴിയാതെ ജനങ്ങൾ വലയുകയാണ്. അനുവദിച്ച കരാർ തുകയുടെ അപര്യാപ്തത കാണിച്ച് കൂടുതൽ തുക ആവശ്യപ്പെടുകയും തുക പുതുക്കി അനുവദിക്കുകയും ചെയ്തിട്ടും
പണിയാരംഭിക്കാത്തത് ജനങ്ങളെ പ്രക്ഷോഭത്തിലേക്ക് നയിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച വലിയ പറമ്പ് പാലം പരിസരത്ത് സംഘടിപ്പിച്ച ഉപരോധ സമരം പഞ്ചായത്ത് പ്രസിഡന്റ് MT അബ്ദുൽ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷമയുള്ള ജനങ്ങൾ അധിവസിക്കുന്ന പഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ അത് വലിയ പറമ്പ് ആയിരിക്കും എന്നുള്ളതാണ്. ഞങ്ങൾ ഇന്ന് ക്ഷമിക്കുന്ന ഈ ക്ഷമ കണ്ടാൽ ജനങ്ങൾക്ക് ബോധ്യമാകുക എന്നാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾക്കറിയാം, കരാറുകാരൻ 1.5 വർഷമായി ഈ റോഡിൻ്റെ പണി ആരംഭിച്ചിട്ട്. തുടക്കം മുതൽ തന്നെ ഈ റോഡ് വിവാദത്തിലായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ റോഡിൻ്റെ തുടക്കം മുതൽ തന്നെ എനിക്ക് സംശയമുണ്ടായിരുന്നു. K. മാധവൻ, MC സുഹ്ര, K. പുഷ്പ, PP ശാരദ, NK ഹമീദ് ഹാജി, C. നാരായണൻ, KP കുഞ്ഞിക്കണ്ണൻ, C. കുമാരൻ മാസ്റ്റർ, TKP റഹൂഫ് മാസ്റ്റർ, കൊളങ്ങര രാമൻ, K. ഗോപാലൻ, AP സൈനുദ്ദീൻ, EK ഷാജി എന്നിവർ സംസാരിച്ചു. TK നാരായണൻ ചടങ്ങിൽ അധ്യക്ഷനായി. വികസന സമിതി കൺവീനർ CV കണ്ണൻ സ്വാഗതം ആശംസിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഞങ്ങൾ വെറുതെ ഒരു ഭംഗി വാക്ക് പറയുകയല്ല. ടെലിവിഷൻ സീരിയലുകൾ ജനങ്ങളിൽ സാംസ്കാരിക വിഷം നിറക്കുകയാണെന്ന് ചലച്ചിത്ര താരം പ്രേംകുമാർ. കടന്നപ്പള്ളി റെഡ് സ്റ്റാർ ക്ലബ്ബ് വാർഷികാഘോഷ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടെലിവിഷൻ സീരിയലുകളും ചില സാഹിത്യരചനകളും മനുഷ്യ മനസ്സിൽ വിഷം നിറയ്ക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. ആഹാരത്തിലൂടെയും മറ്റും വിഷം നമ്മിലേക്ക് എത്തുന്നത് പോലെ ഇത്തരം ടെലിവിഷൻ പരിപാടികളിലൂടെ നമ്മളിൽ സാംസ്കാരിക വിഷം നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ശുദ്ധജലവും ശുദ്ധവായുവും ഒന്നുമില്ലാതെ എല്ലാം വിഷമയമാകുമ്പോൾ തന്നെയാണ് ഇത്തരം ടെലിവിഷൻ പരമ്പരകളിലൂടെ നമ്മുടെ സംസ്കാരത്തിലും വിഷമയമാകുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ചലച്ചിത്ര താരം പ്രേംകുമാർ അഭിപ്രായപ്പെട്ടു. അങ്ങനെ ഒരു നല്ല അനുഭവമല്ല പലപ്പോഴും നൽകുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ പല സ്ത്രീ കഥാപാത്രങ്ങൾ ഈ TV സീരിയലുകളിലൊക്കെ വരുന്നത്. എന്തൊരു അഹംഭാവവും ധിക്കാരവുമൊക്കെയാണ് അത്തരം കഥാപാത്രങ്ങൾ. ആ കഥാപാത്രങ്ങൾ പുരുഷ കഥാപാത്രങ്ങളോടൊക്കെ സംസാരിക്കുന്ന സ്വന്തം ഭർത്താവിനെയൊക്കെ പോലത്തെ അഭിസംബോധന ചെയ്യുന്ന ആ ഭാഷയും രീതിയും ഒക്കെ കാണുമ്പോൾ സ്ത്രീകളോടുള്ള ഒരു വലിയ ബഹുമാനം പോലും നഷ്ടപ്പെടുന്ന രീതിയിലാണ് പല TV സീരിയലുകളും. പല പുരുഷ കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കുന്നതും അതുപോലെ തന്നെയാണ്. എല്ലാവർക്കും ഈ അവിഹിത ബന്ധം എന്നൊക്കെ പറയുന്നത് ഒരു വലിയ അലങ്കാരമായിട്ടാണ് TV സീരിയലുകളിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പം ഇതൊക്കെ കാണുന്ന സ്ത്രീകൾ നമ്മുടെ പുരുഷന്മാരെല്ലാം ഇങ്ങനെ അവിഹിതക്കാരാണ്, മോശക്കാരാണെന്ന് ധരിക്കുന്ന ഒരുതരം മാനസിക രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് പോലും പോകുന്ന തരത്തിൽ ആണ് എന്ന് മനഃശാസ്ത്ര വിദഗ്ധന്മാർ പോലും പറയുന്നുണ്ട്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് EP ബാലൻ അധ്യക്ഷനായി, TV ചന്ദ്രൻ, M ശുഭ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുറച്ചേരി കലാട്രൂപ്പിന്റെ നാട്ടറിവ് പാട്ടുകളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മലയാളത്തിന്റെ പ്രിയ കവി ONV കുറുപ്പിന് വ്യത്യസ്തമായ ആദരാഞ്ജലിയുമായി തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂൾ വിദ്യാർത്ഥികൾ. കവി തന്റെ സ്വന്തം കൈപ്പടയിൽ തങ്ങൾക്കയച്ച കത്ത് ക്ലാസുകളിൽ ഉറക്കെ വായിച്ചാണ് കുരുന്നുകൾ തങ്ങളുടെ പ്രിയ കവിയോടുള്ള സ്നേഹാദരങ്ങൾ പ്രകടിപ്പിച്ചത്. 2010 ജ്ഞാനപീഠ പുരസ്കാരം ONV കുറുപ്പ് നേടിയപ്പോൾ അഭിനന്ദനമറിയിച്ച് സ്കൂളിലെ 5ാം ക്ലാസ്സിലെ 40-ലധികം വരുന്ന വിദ്യാർത്ഥികൾ കവിക്ക് കത്തയച്ചിരുന്നു. തന്നെ ശരിക്കും സന്തോഷിപ്പിച്ച കുരുന്നുകളുടെ കത്തിന് മറുപടിയായി കവി തന്നെ സ്വന്തം കൈപ്പടിയിൽ ഒപ്പുവെച്ച് കുട്ടികൾക്ക് കത്തയച്ചിരുന്നു. ഈ കത്ത് ഒരു നിധി പോലെ സൂക്ഷിക്കുകയാണ് സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളും. ONV കുറുപ്പ് ഓർമ്മയാകുമ്പോൾ മുഴുവൻ ക്ലാസുകളിലും ഈ കത്ത് ഉറക്കെ വായിച്ചാണ് വിദ്യാർത്ഥികൾ ആദരാഞ്ജലി അർപ്പിച്ചത്. ഇതിനു പകരം നൽകാൻ നന്ദി എന്ന 2 അക്ഷരം മതിയാവില്ല. ഇനിയും വാടിപ്പോകാതെ സൂര്യനെ തൊഴുതു നിൽക്കുന്ന ഒരു പൂവിൽ ഉതിർന്നു വീഴുന്ന മഞ്ഞുതുള്ളികൾ പോലെ നിർമ്മലമാണ് നിങ്ങളുടെ സ്നേഹമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ സ്നേഹം നിങ്ങൾ മലയാള ഭാഷയുടെ നേർക്കും കാട്ടുമോ? എങ്കിൽ കേരളത്തിന്റെ ഭാവി ശോഭനമായിരിക്കും. സേവനമേന്മയ്ക്ക് നേടിയ ISO പുരസ്കാരത്തിന് പിന്നാലെ ജില്ലയിലെ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫിയും പെരിങ്ങോം വൈക്കര പഞ്ചായത്തിന്. ഇരട്ട നേട്ടത്തിന്റെ ആഹ്ലാദത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതിയും ജനങ്ങളും. പദ്ധതി നിർവഹണത്തിലെ കാര്യക്ഷമതയിലൂടെ വാർഷിക പദ്ധതി വിഹിതം പൂർണ്ണമായി ചിലവഴിക്കുകയും കാർഷിക മേഖലയിലും പശ്ചാത്തല മേഖലയിലും മികച്ച നേട്ടം കൈവരിക്കാനായതുമാണ് പുരസ്കാര നിറവിലേക്ക് പഞ്ചായത്തിനെ നയിച്ചത്. മുൻ പ്രസിഡന്റ് PV തമ്പാന്റെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ ഭരണസമിതി പദ്ധതി തുക വിനിയോഗിക്കുന്നതിൽ കാട്ടിയ മാതൃകാപരമായ ഇടപെടൽ പ്രതിപക്ഷത്തിന്റെ പോലും പ്രശംസയ്ക്കിടയാക്കിയിരുന്നു. കൃഷിഭൂമിയേക്കാളധികം ചെങ്കൽ പ്രദേശങ്ങളുള്ള പഞ്ചായത്ത് കഴിഞ്ഞ നാളുകളിൽ കാർഷിക രംഗത്ത് വൻ കുതിച്ചുചാട്ടം നടത്തിയിരുന്നു. തരിച്ചിട്ടിരുന്ന വയലുകളിൽ ഉൾപ്പെടെ നെൽകൃഷിയും പച്ചക്കറിയും വിളയിച്ചു. പട്ടികജാതി പട്ടികവർഗങ്ങൾക്കായുള്ള പദ്ധതി വിഹിതം കാര്യക്ഷമമായി ചിലവഴിച്ചു.
പാടിയൊട്ടിച്ചാൽ ടൗണിൽ ബസ് സ്റ്റാൻഡും പെരിങ്ങോൺ ടൗൺ വികസനവും എടുത്തുപറയാവുന്ന നേട്ടങ്ങളാണ്. ഗ്രാമസഭകളും അയൽക്കൂട്ടങ്ങളും വർക്കിംഗ് ഗ്രൂപ്പുകളും വിളിച്ചു ചേർക്കുന്നതിലും ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിലും ഭരണസമിതി ഏറെ ശ്രദ്ധിച്ചു. പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് ലഭിക്കേണ്ട രേഖകൾ കാലതാമസം കൂടാതെ ലഭ്യമാക്കുന്നതിന് മുഴുവൻ രേഖകളും ക്രോഡീകരിക്കുകയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ISO സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. ഈ മാസം 20-ന് എറണാകുളത്ത് നടക്കുന്ന പഞ്ചായത്ത് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയിൽ നിന്ന് സ്വരാജ് ട്രോഫി ഏറ്റുവാങ്ങും. 10 ലക്ഷം രൂപ പുരസ്കാര തുകയായി ലഭിക്കും. 22-ന് പെരിങ്ങോത്ത് നടക്കുന്ന ചടങ്ങിൽ മുൻ ഭരണസമിതി അംഗങ്ങളെ ആദരിക്കും. പരിപാടി സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് P നളിനി, വൈസ് പ്രസിഡന്റ് P പ്രകാശൻ, മുൻ പ്രസിഡന്റ് PV തമ്പാൻ, സ്ഥിരം സമിതി അംഗങ്ങളായ M ജനാർദ്ദനൻ, മിനി മാത്യു, അസിസ്റ്റന്റ് സെക്രട്ടറി MB ബാബുരാജ് എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കാങ്കോൾ ടൗണിൽ ഓവുചാൽ സ്ലാബ് തകർന്നത് ജനങ്ങൾക്ക് ദുരിതമാകുന്നു. അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും അധികൃതർ കണ്ണു തുറക്കുന്നില്ലെന്ന് ആക്ഷേപം. കാങ്കോൾ ടൗണിൽ ഓവുചാലിൽ യാത്രക്കാർ വീഴുന്നത് നിത്യസംഭവമാകുന്നു. ടൗണിന്റെ ഇരുഭാഗങ്ങളിലുമുള്ള ഓവുചാലുകൾക്ക് അങ്ങിങ്ങ് മാത്രമായാണ് സ്ലാബുകളുള്ളത്. ഇതുമൂലം കടകളിലേക്ക് ആളുകൾക്ക് പ്രവേശിക്കാനാകുന്നുമില്ല. പല സ്ഥലത്തും തടി കൊണ്ടാണ് പാലമിട്ടിട്ടുള്ളത്. ഇതാകട്ടെ പല സ്ഥലത്തും ഒടിഞ്ഞു പോവുകയും ചെയ്തിരിക്കുന്നു. PWD അധികാരികളെ സമീപിക്കുമ്പോൾ അടുത്ത തവണ പണം കണ്ടെത്താമെന്ന വാക്കുമാത്രം സ്ഥിരമായി കേൾക്കാറുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. നാട്ടുകാർക്കും വ്യാപാരികൾക്കും ഒരുപോലെ പ്രശ്നമുണ്ടാക്കുന്ന ഈ ഓവുചാലുകൾ ഉടൻ സ്ലാബിടണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. PWD നിർമ്മിച്ച ഈ ഓവുചാലുമായി ബന്ധപ്പെട്ടാണ് അശാസ്ത്രീയമായ രീതിയിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടത്തുകയും സ്ലാബ് പൂർണ്ണമായും ഇടാതെ തന്നെ ഇപ്പോൾ നിത്യേന എന്നോളം അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാങ്കോൾ ടൗണിൽ. നിർമ്മാണ പ്രവൃത്തി നടക്കുമ്പോൾ തന്നെ പൊതുപ്രവർത്തകരും വ്യാപാരി സുഹൃത്തുക്കളും എല്ലാം ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തപ്പോൾ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഹെൽമറ്റ് ഇടാതെയും സീറ്റ് ബെൽറ്റ് ഇടാതെയും വാഹനം ഓടിച്ചവർക്ക് തൃക്കരിപ്പൂരിൽ പോലീസിന്റെ വക മിഠായി വിതരണം. പോലീസ് കൈനീട്ടിയതോടെ ഭയന്ന് വാഹനം നിർത്തിയവർക്ക് ശുഭയാത്രയും സുരക്ഷാ സന്ദേശവും നൽകി സ്റ്റുഡന്റ് പോലീസും. ജാഗരൂകവും സമാധാനപൂർണവും അഭിവൃദ്ധോന്മുഖവുമായ സമൂഹത്തിനായി ഉത്തരവാദിത്ത ബോധവും സേവന സന്നദ്ധതയും കർമ്മശേഷിയും നിയമം സ്വമേധയാ അനുസരിക്കുന്നതുമായ ഒരു യുവതലമുറയെ വളർത്തിയെടുക്കുക എന്നതാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ലക്ഷ്യം. ഇനിയൊരു ജീവൻ റോഡിൽ പൊലിയാതിരിക്കുവാൻ ട്രാഫിക് മര്യാദകളും നിയമങ്ങളും പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്താനാണ് ചന്ദേര പോലീസും ഉദിനൂർ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റും കൈകോർത്ത് വാഹനയാത്രക്കാരുമായി സൗഹൃദ സുരക്ഷാ ബോധവൽക്കരണ പരിപാടി നടത്തിയത്. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പോലീസ് സംഘവും പോലീസ് വേഷത്തിലെത്തിയ സ്റ്റുഡന്റ് കേഡറ്റുകളും പൊടുന്നനെ വണ്ടികൾ തടയാൻ തുടങ്ങിയതോടെ നിരവധി ഇരുചക്രവാഹനക്കാർ ഭയന്നു വിറച്ചു. ചന്ദേര സബ് ഇൻസ്പെക്ടർ മെൽവിൻ ജോസ്, ASI KV മുരളീധരൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും PP അശോകൻ മാസ്റ്റർ, പുഷ്പ കോയോൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സ്റ്റുഡന്റ് പോലീസ് കേഡറ്റും വാഹനം ഓടിച്ചെത്തിയവർക്ക് ലഘുലേഖയും മിഠായിയും വിതരണം ചെയ്തത് പുതിയ അനുഭവമായി മാറി. ശുഭയാത്ര എന്ന പേരിൽ ആണ് ഇതിൻ്റെ നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത്. ഭൂരിഭാഗം അപകടങ്ങളും സംഭവിക്കുന്നത് റോഡ് മര്യാദകൾ പാലിക്കാത്തതിലൂടെയാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് SI മെൽവിൻ ജോസ് അഭിപ്രായപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വനിതകൾക്ക് അനന്തമായ വ്യാപാര സാധ്യതകൾ തുറന്നിട്ട് സംരംഭകത്വ പരിശീലനം. മാത്തിൽ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിശീലന ക്ലാസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഉഷ ഉദ്ഘാടനം ചെയ്തു. മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു ശാസ്ത്രീയ വശം കൂടി നിങ്ങൾക്ക് നൽകുവാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോ ഇത്രയും നല്ലൊരു ക്ലാസ്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലാണ് ഏറ്റവും ആദ്യം മുമ്പിൽ വെച്ചിട്ടുള്ളത്. അത് എത്രയും നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനും സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റും ചേർന്നാണ് പഞ്ചായത്തിലെ വനിതകൾക്കായി പുതിയ ആശയങ്ങളും നൂതന സങ്കല്പങ്ങളും അടങ്ങിയ സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനു വേണ്ടിയുള്ള ഏകദിന പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചത്. കൃഷി, ആരോഗ്യം, ഊർജ്ജം, സാമൂഹ്യ സുരക്ഷ എന്നീ വ്യത്യസ്ത മേഖലകളിൽ ഇതിനകം നടപ്പിലാക്കി വിജയിച്ച പ്രവർത്തനങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്ലാസാണ് സംഘടിപ്പിച്ചത്.
ഡോക്ടർ രവി രാമന്തലി, ടി കെ വേണുഗോപാലൻ, കെ വി രവീന്ദ്രൻ എന്നിവർ ക്ലാസ് എടുത്തു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം ബാലകേശവൻ അധ്യക്ഷത വഹിച്ചു. പി വി ലക്ഷ്മണൻ നായർ, വി വി ഭാസ്കരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. 2015-16 വർഷത്തിൽ സംസ്ഥാന ദേശീയ കലാകായിക മേളകളിൽ മികവ് തെളിയിച്ച ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ PTAയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ടെലിവിഷൻ താരങ്ങളായ അനീഷ് രവി, അഞ്ജു ജോസ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. 150ഓളം കുട്ടികളെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് അപ്യാൽ പ്രമോദ്, മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവാ മെഡൽ നേടിയ SI KV മുരളി എന്നിവരെ അനുമോദിച്ചു. അനീഷ് രവി രചനയും സംവിധാനവും നിർവഹിച്ച 12 പൈസ എന്ന സിനിമയുടെ CD പ്രകാശനവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. സ്കൂളിലെ സൗജന്യ സൈക്കിൾ വിതരണ പദ്ധതിയിലേക്ക് മുൻ പ്രഥമാധ്യാപകൻ KV വിജയൻ നൽകിയ സൈക്കിളുകളുടെ വിതരണവും ചടങ്ങിൽ നടന്നു. നടക്കുന്ന ഒരു പൂ മാത്രം ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം കൊടുത്തൊരു സ്ഥാപനമാണ്. കാരണം എന്താ പറയുന്നത്, കുട്ടികൾക്ക് ഇന്ന് സന്തോഷത്തിന്റെ സുവർണ്ണ നിമിഷങ്ങളുടെ നിമിഷമാണെന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ സത്യമാണ്. കാരണം ഒരുപാട് കാര്യങ്ങളിലൂടെ പ്രതിഭകൾക്ക് അനുമോദനം നൽകുന്നുണ്ട്, സൈക്കിൾ വിതരണം ചെയ്യുന്നുണ്ട്, പിന്നെ എൻ്റെ സിനിമയുടെ പ്രകാശനമുണ്ട്. മീൻസ് അപ്പോൾ എന്തായാലും ആ സിനിമ വരുമ്പോൾ PTA പ്രസിഡന്റ് P കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ ഷീജ കുഞ്ഞിപ്പുരയിൽ, K ശശിധരൻ അടിയോടി, PP കരുണാകരൻ, രമേശൻ മുണ്ടവളപ്പിൽ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പെൺസുരക്ഷാ ക്യാമ്പയിനുമായി ചന്ദേര ജനമൈത്രി പോലീസ്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹകരണത്തോടെയാണ് പെൺകുട്ടികളെ സ്വയരക്ഷയ്ക്ക് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ പരിശീലനം ആരംഭിക്കുന്നത്. ജനമൈത്രി പോലീസ് ചന്ദേരയും സൗത്ത് തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ച പെൺകുട്ടികൾക്കായുള്ള സ്വയം സുരക്ഷാ ക്യാമ്പ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP ഫൗസിയ ഉദ്ഘാടനം ചെയ്തു. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളൊരു സ്ത്രീയും പുരുഷനും സംസാരിക്കുകയാണെങ്കിൽ അവൻ കാണുന്നത് സ്ത്രീയെ എല്ലാവരും നോട്ടം തന്നെയാണ്. അവൻ 2 ദിവസം അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ 3ാമത്തെ ദിവസം അവൻ ചിരിക്കും, അവിടെ എന്നോട് എന്തോ. പ്രിൻസിപ്പൽ P ബാലകൃഷ്ണൻ അധ്യക്ഷനായി. പദ്ധതി വിശദീകരണം വനിതാ സെൽ CI നിർമ്മല നിർവഹിച്ചു. PTA പ്രസിഡന്റ് രവി, മദർ PTA പ്രസിഡന്റ് സരസ്വതി, ASI പത്മനാഭൻ, CK ഹരീന്ദ്രൻ, ASI പ്രഭാകരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രധാനാധ്യാപകൻ M നാരായണൻ മാസ്റ്റർ സ്വാഗതവും പത്മനാഭൻ CRO നന്ദിയും പറഞ്ഞു. 2 ദിവസങ്ങളായി നടക്കുന്ന പരിശീലന പരിപാടിയിൽ വിവിധ സെഷനുകളിൽ വിദഗ്ധർ ക്ലാസുകൾ കൈകാര്യം ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സംസ്ഥാന കളരി ചാമ്പ്യൻഷിപ്പിൽ വിജയികളായവരെ കൊടക്കാട് വലിയപോയിൽ ചന്തു കളരി സംഘത്തിൽ വെച്ച് അനുമോദിച്ചു. അനുമോദന സമ്മേളനം പഞ്ചായത്ത് അംഗം P ശാന്ത ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാകും. അത്തരം ജനങ്ങളെ വാർത്തെടുക്കാൻ പല ആയോധന മുറകളും നമുക്ക് ആവശ്യമാണ്, പ്രധാനപ്പെട്ടതാണ്. ഇക്കഴിഞ്ഞ 57ാമത് സംസ്ഥാന കളരി ചാമ്പ്യൻഷിപ്പിൽ വിജയികളായ കുട്ടികൾക്കും മഴവിൽ മനോരമ സംഘടിപ്പിക്കുന്ന ഉഗ്രമുജ്ജലം പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികൾക്കുമുള്ള അനുമോദനവും ഉപഹാര സമർപ്പണവുമാണ് ചന്തു കളരി സംഘം അങ്കണത്തിൽ നടന്നത്. ചടങ്ങിൽ PTA പ്രസിഡന്റ് TV ബാലകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി. കളരിപ്പയറ്റ് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PR ശശിഗുരുക്കൾ ഉപഹാര സമർപ്പണം നടത്തി. C ശശികുമാർ മാസ്റ്റർ, വിനയൻ മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. C പ്രകാശൻ നന്ദി രേഖപ്പെടുത്തി. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ഏഴോം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSഉം ഏഴോം സർവീസ് ബാങ്കും സംയുക്തമായി സെമിനാർ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CO പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. വായ്പയെടുത്തതെങ്കിലും ഉപയോഗപ്പെടുത്തണം. അതിലൂടെ നമുക്കെങ്ങനെ മികവുറ്റ സ്ത്രീ ശാക്തീകരണം മികവുറ്റ രീതിയിൽ നടത്താൻ സാധിക്കും എന്നെല്ലാമുള്ള വളരെ കാര്യമാത്ര പ്രസംഗമായിട്ട് ക്ലാസ്സാണ് നിന്നതുകൊണ്ട് തന്നെ അതിനാണ് പറഞ്ഞത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇടയ്ക്ക് ബ്രേക്കാക്കിയാൽ. കുടുംബശ്രീ വായ്പാ പദ്ധതികളെക്കുറിച്ച് വിശദീകരിക്കുന്നതിനാണ് സെമിനാർ സംഘടിപ്പിച്ചത്. കുടുംബശ്രീ മുൻ ജില്ലാ കോർഡിനേറ്റർ PP ദാമോദരൻ വിഷയാവതരണം നടത്തി. PM സുമതി, KN ഗീത, U വേണു, ഏഴോം ബാങ്ക് സെക്രട്ടറി NV അജയ്കുമാർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂർ ഗ്രാമം വെസ്റ്റ് കലാസാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജൈവ പച്ചക്കറി കൃഷി തുടങ്ങി. നടീൽ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോൽ നിർവഹിച്ചു. വിഷരഹിത ജൈവ പച്ചക്കറി കൃഷിയിലൂടെ ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യത്തിനായി പയ്യന്നൂർ ഗ്രാമം വെസ്റ്റ് കലാസാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഗ്രാമം വെസ്റ്റിൽ ജൈവ പച്ചക്കറി കൃഷി വിത്തിടൽ നടന്നു. പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ പുത്തലത്ത് ഇന്ദുലേഖ, PU രാജൻ, KV സുധീർ കുമാർ, AV കമലാക്ഷൻ എന്നിവർ സംസാരിച്ചു. ധാരാളമായി ആളുകൾ
മുന്നോട്ട് വരുന്നു എന്നുള്ളൊരു സന്തോഷകരമായൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഗ്രാമം വെസ്റ്റിലെ കലാസാംസ്കാരിക കൂട്ടായ്മ. സഹപാഠികളുടെ കാരുണ്യത്തിൽ വിദ്യാർത്ഥിനിക്ക് സ്നേഹവീടൊരുങ്ങി. വെള്ളൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി കാവ്യയ്ക്ക് കൂട്ടുകാർ നിർമ്മിച്ചു നൽകിയ വീടിൻ്റെ താക്കോൽദാനം ശ്രീകൃഷ്ണൻ MLA നിർവഹിക്കും. വെള്ളൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 ഹ്യൂമാനിറ്റീസ് ക്ലാസ്സിൽ പഠിക്കുന്ന കുണ്ടേങ്കോവൽ വലിയ ചാലിൽ താമസിക്കുന്ന ദീപയുടെ മകൾ കാവ്യ VKക്ക് സ്കൂൾ NSS യൂണിറ്റ് നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിൻ്റെ നിർമ്മാണം പൂർത്തിയായി. ഈ വീടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുമായിട്ട് പല രീതിയിലുള്ള സഹകരണം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. സാമ്പത്തിക സഹായം നിന്ന രക്ഷിതാക്കളെയും അതുപോലെ തന്നെ വെള്ളൂർ സ്കൂളിലെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ അധ്യാപകർ വലിയൊരു തുക ഇതിനു വേണ്ടിയിട്ട് സംഭാവന നൽകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ നാട്ടുകാരെയും ആളുകളെയെല്ലാം തന്നെ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് ഞങ്ങൾ സാദരം ക്ഷണിക്കുകയാണ്. വീടിൻ്റെ താക്കോൽദാനം ശനിയാഴ്ച പകൽ 11:30 ശ്രീകൃഷ്ണൻ MLA നിർവഹിക്കും. വെള്ളൂരിലെ കല്ലുകെട്ട് തൊഴിലാളികളും കോൺട്രാക്ട് തൊഴിലാളികളും വയറിംഗ് പ്ലംബിംഗ് തൊഴിലാളികളും എന്നിവർ നൽകുന്ന ഉപഹാരം പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ വിതരണം ചെയ്യും. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് P ഉഷ അധ്യക്ഷയാകും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കണ്ണൂർ കാസർഗോഡ് ജില്ലാതല സെവൻസ് ഫുട്ബോൾ ടീം ആൻഡ് പ്ലേയേഴ്സ് വെൽഫെയർ അസോസിയേഷൻ വിപുലീകരണ സമ്മേളനം പയ്യന്നൂർ ടോപ്പ് ഫോം ഓഡിറ്റോറിയത്തിൽ നടന്നു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ ഉദ്ഘാടനം ചെയ്തു. ആ ക്ലബ്ബുകളിലെ കളിക്കാർക്ക് നേരിടുന്ന വിവിധ പ്രശ്നങ്ങളും ഉയർത്തിപ്പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംഘടന രൂപീകൃതമായിട്ടുള്ളത് എന്ന് ഞാൻ കരുതുകയാണ്. തീർച്ചയായും നല്ലൊരു കാര്യമാണ്. ചടങ്ങിൽ പ്രശാന്ത് എടാട്ടുമൽ അധ്യക്ഷത വഹിച്ചു. അക്ബർ തൃക്കരിപ്പൂർ, ദിലീപ്, സൈനുദ്ദീൻ പടന്ന എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കാസർഗോഡ് ടീം അംഗങ്ങളെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. ഏപ്രിൽ 2ാം വാരത്തിൽ ഇളമ്പച്ചിയിൽ ഫുട്ബോൾ മേള നടത്തുവാനും തീരുമാനമായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2016 വർഷത്തെ അംഗത്വ വിതരണോദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി KV ചന്ദ്രശേഖരൻ നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ 2016 വർഷത്തെ അംഗത്വ വിതരണോദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി KC ചന്ദ്രശേഖരൻ നിർവഹിച്ചു. രീതിയിലുള്ള പ്രബലമായിട്ടുള്ള സംവിധാനം പ്രത്യേകിച്ച് ശേഖരണ്ടൊക്കെ ഉണ്ടാകും നമുക്ക് അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഞാനൊക്കെ കാണുന്ന സംഘടനയുടെ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു മാതൃകാ പുരുഷൻ NGO അസോസിയേഷനിലൊക്കെ ഞാനൊക്കെ വന്നപ്പോൾ മെമ്പർഷിപ്പ് എടുത്ത് ശേഖരണ്ടൊക്കെ പ്രവർത്തനം കണ്ടിട്ടാണ് ഞാനൊക്കെ പഠിച്ചത്. ചടങ്ങിന്റെ ഭാഗമായി പുതുതായി അംഗത്വം എടുത്തവർക്കുള്ള സ്വീകരണവും നടന്നു. മണ്ഡലം പ്രസിഡന്റ് P രാഘവൻ നായർ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം പലേരി പത്മനാഭൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പലേരി പത്മനാഭൻ, ശ്രീധരൻ മാടായി, ജില്ലാ പ്രസിഡന്റ് U ശേഖരൻ നായർ, സെക്രട്ടറി V കൃഷ്ണൻ മാസ്റ്റർ, സംസ്ഥാന കൗൺസിലർ KV രാഘവൻ, ബ്ലോക്ക് പ്രസിഡന്റ് KV കുഞ്ഞികൃഷ്ണൻ, സെക്രട്ടറി AV പത്മനാഭൻ, മണ്ഡലം സെക്രട്ടറി V മനോഹരൻ എന്നിവർ സംസാരിച്ചു. നിരവധി പേർ യോഗത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ലഘുലേഖകൾ വിതരണം ചെയ്തു. പയ്യന്നൂർ SI ദിനേശൻ ചേംബർ പ്രസിഡന്റ് KU വിജയകുമാറിന് കൈമാറി വിതരണോദ്ഘാടനം നിർവഹിച്ചു. പുകയിലെയും ലഹരി വസ്തുക്കളും ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ താങ്കൾക്ക് അറിവുള്ളതാണല്ലോ. ലഹരി ദുരന്തത്തിലേക്കുള്ള കുറുക്കുവഴിയാണ്. യുവത്വം ലഹരിക്ക് അടിമപ്പെടുമ്പോൾ നശിക്കുന്നത് നമ്മുടെ സംസ്കാരമാണ്. യുവത്വം ലഹരി കാർന്നു തിന്നുമ്പോൾ ക്ഷയിക്കുന്നത് സമൂഹത്തിൻ്റെ ആരോഗ്യമാണ് തുടങ്ങിയ സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് ലഘുലേഖ തയ്യാറാക്കിയിട്ടുള്ളത്. ലഘുലേഖയുടെ വിതരണോദ്ഘാടനം പയ്യന്നൂർ SI ദിനേശൻ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാറിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. പയ്യന്നൂർ സെൻട്രൽ ബസാർ മുതൽ കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ നേതൃത്വത്തിൽ ലഘുലേഖ വിതരണവും നടന്നു. വലുപ്പമേറിയ ചിരങ്ങ കൗതുകമാകുന്നു. കോറോം ഇരൂർ സുബ്രഹ്മണ്യം കോവിലിന് സമീപത്തെ വള്ളിക്കണ്ണന്റെ തോട്ടത്തിലാണ് 1 മീറ്റർ നീളം വരുന്ന ചിരങ്ങ കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുന്നത്. കൃഷി തന്നെയാണ് വല്ലികൃഷ്ണന്റെ ജീവിതം. ഒരുപക്ഷെ കൃഷിയെ ഇത്രമേൽ ആത്മാർത്ഥമായി സ്നേഹിച്ചതിനാലാവണം ഇത്തരമൊരു കൗതുകം പ്രകൃതി തന്നെ കൃഷ്ണന്റെ കൃഷിയിടത്തിൽ ഒരുക്കിയതും. 1 മീറ്ററിലേറെ നീളം വരുന്ന ചിരങ്ങകൾ ഒന്നും രണ്ടുമല്ല 6 ചിരങ്ങകളാണ് ഇത്തരത്തിൽ വലിപ്പ കൂടുതൽ കൊണ്ട് ശ്രദ്ധേയമാകുന്നത്. ജൈവവളം മാത്രം ഉപയോഗിച്ച് തികച്ചും ജൈവികമായ രീതിയിലാണ് ഇദ്ദേഹം കൃഷി ചെയ്തു വരുന്നത്. മുൻപ് പലതവണ കൃഷി നടത്തിയിട്ടുണ്ടെങ്കിലും ഇത്തരമൊരു കൗതുകം ആദ്യമായാണെന്നും കൃഷ്ണൻ പറയുന്നു. നിരവധി പേരാണ് പ്രകൃതിയിലെ ഈ കൗതുകം കാണാൻ കൃഷ്ണന്റെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നത്. എരമം നോർത്ത് LP സ്കൂൾ വാർഷികാഘോഷവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഫെബ്രുവരി 28 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു.
ആദ്യമത്തെ പരിപാടി എന്ന നിലയിൽ ഫെബ്രുവരി 21 ഒരു വിളംബര ജാഥ നടത്താൻ 3 മണിക്ക് നടത്താൻ തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ ഫെബ്രുവരി 28 പൂർവ്വ വിദ്യാർത്ഥി സംഗമം വിപുലമായ രീതിയിൽ നടത്താനും തീരുമാനിച്ചു. അതുപോലെ ഏപ്രിൽ 2 യാത്രയപ്പ് സമ്മേളനം നടത്താനും തീരുമാനിച്ചു. എരമം സൗത്ത് LP സ്കൂൾ 64ാം വാർഷികാഘോഷവും ഒരു വട്ടം കൂടി പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഫെബ്രുവരി 28 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ നടക്കും. സ്കൂളിൽ നിന്നും വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ KV കരുണാകരൻ മാസ്റ്റർ, അധ്യാപിക KK സുമതി ടീച്ചർ എന്നിവർക്ക് ഏപ്രിൽ 2 യാത്രയയപ്പ് സമ്മേളനവും ഫെബ്രുവരി 21 വൈകിട്ട് 3 മണിക്ക് വിളംബര ഘോഷയാത്രയും ഫെബ്രുവരി 28 ഉച്ചയ്ക്ക് 2 മണി മുതൽ നടത്തുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമവും മുൻകാലാധ്യാപകരായ TK കോരൻ മാസ്റ്റർ, KD ഉലഹന്നൻ മാസ്റ്റർ എന്നിവർക്കുള്ള ആദരവും പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒത്തുചേരലും നടക്കും. ഇതോടനുബന്ധിച്ച് ഫെബ്രുവരി 23 വിദ്യാർത്ഥികൾക്കായി കഥ, കവിത, ചിത്രരചനാ മത്സരങ്ങളും നടക്കും. ആദരിക്കലും ഉപഹാര സമർപ്പണവും C. കൃഷ്ണൻ MLA നിർവഹിക്കും. എരമംകുറ്റൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP രമേശൻ അധ്യക്ഷത വഹിക്കും. എരമംകുറ്റൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP രമേശൻ അധ്യക്ഷത വഹിക്കുമെന്നും സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. സുധീരൻ KK, K. ഗംഗാധരൻ, RP ശ്രീധരൻ, PV സതീശൻ, കരുണാകരൻ KV, ജിഷ OP തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു. പയ്യന്നൂർ ജനമൈത്രി പോലീസ് സാന്ത്വന പരിചരണ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സംസ്കൃത സർവകലാശാല പയ്യന്നൂർ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ E. ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് അതിന് അടിസ്ഥാനപരമായിട്ട് ഒറ്റ കാര്യങ്ങളുള്ളൂ, നല്ലൊരു മനസ്സ്, അതിനൊക്കെ ഒന്നും വേണ്ട, ബാക്കിയുള്ള വേണ്ടെന്നല്ല. നിങ്ങൾക്ക് അതിനപ്പുറം എന്തൊക്കെയുണ്ടോ അതൊക്കെ പ്ലസ് പോയിന്റ് ആക്കിക്കോട്ടെ. പക്ഷേ നല്ലൊരു മനസ്സ് കുറച്ചു നേരമെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു കോട്ടകളിൽ എല്ലാ ദിവസവും പറ്റുന്നില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ 2-3 മണിക്കൂർ ആർക്കെങ്കിലും വേണ്ടി ചെലവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പരീക്ഷിക്കാൻ തുടക്കമായി പിന്നീട് നിങ്ങൾക്ക് നല്ല കുട്ടികളായി മാറും. സംസ്കൃത സർവകലാശാല പയ്യന്നൂർ കേന്ദ്രം NSS യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് സാന്ത്വന പരിചരണ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. SA T. മാത്യു ചടങ്ങിൽ അധ്യക്ഷനായി. ശ്രീകുമാർ, ഉണ്ണികൃഷ്ണൻ TV, അജില, നിജിൽ PP എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് സാന്ത്വന പരിചരണ ബോധവൽക്കരണ ക്ലാസ്സിന് ഡോക്ടർ P. വിജയൻ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സീസൺ 9 കാസർഗോഡ് ജില്ലയിലെ 3ാം ഘട്ട ദ്വൈവാര നറുക്കെടുപ്പ് ചെറുവത്തൂർ ഫാഷൻ ഗോൾഡ് ഷോറൂമിൽ നടന്നു. സംസ്ഥാന കരകൗശല വികസന കോർപ്പറേഷൻ ചെയർമാൻ MC ഖമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സീസൺ 9ന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ 3ാം ഘട്ട ദ്വൈവാര നറുക്കെടുപ്പ് ചെറുവത്തൂർ ഫാഷൻ ഗോൾഡ് ഷോറൂമിൽ നടന്നു. നറുക്കെടുപ്പിന്റെയും അവർക്കായി നമുക്ക് വാങ്ങാം ജീവക്കാരുടെ പദ്ധതിയുടെയും ഉദ്ഘാടനം കരകൗശല വികസന കോർപ്പറേഷൻ ചെയർമാൻ MC ഖമറുദ്ദീൻ നിർവഹിച്ചു. അതുപോലെ തന്നെ ഇതിനു വേണ്ടി എല്ലാവിധ സഹകരണങ്ങൾ നൽകി സ്പോൺസർ ചെയ്ത് പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ബൃഹത്തായ പദ്ധതിക്ക് വേണ്ടി സഹായ ഹസ്തവുമായി മുന്നോട്ട് വന്നിട്ടുള്ള പ്രത്യേകിച്ച് ഇവിടെയുള്ള നമ്മുടെ ബാലാജി ടവറിൻ്റെ MD ബഹുമാന്യനായ ബാലകൃഷ്ണൻ, ഇതിനുള്ള അവസരങ്ങൾ ഒരുക്കിയിട്ടുള്ള കച്ചവട സ്ഥാപനങ്ങൾ. ചടങ്ങിൽ ധനസഹായ വിതരണം ഫാഷൻ ഗോൾഡ് MD TK പൂക്കോയ തങ്ങൾ നിർവഹിച്ചു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയർ അധ്യക്ഷനായ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം MV ജയശ്രീ, DTPC കാസർഗോഡ് എക്സിക്യൂട്ടീവ് മെമ്പർ ഫൈസൽ PK, കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചെറുവത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് PP മുസ്തഫ, സെക്രട്ടറി K. മധു, ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ജില്ലാ മാനേജർ മോഹൻ പൊതുവാൾ, സോണൽ മാനേജർ അഷ്റഫ് പുളിക്കർ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഫ്രണ്ട്സ് അമ്പലത്തറയും ശ്രീകുറുമ്പ മെഡിക്കൽ സെന്ററും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ENT, കാർഡിയോളജി, ജനറൽ മെഡിസിൻ തുടങ്ങിയ വിഭാഗങ്ങളിലാണ് ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചത്. രാവിലെ 9 മണി മുതൽ ആരംഭിച്ച ക്യാമ്പ് ഉച്ചയ്ക്ക് 1 മണി വരെ നീണ്ടുനിന്നു. നിരവധി പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. ഡൽഹി JNU വിഷയത്തിൽ വിദ്യാർത്ഥികൾക്കും മാധ്യമപ്രവർത്തകർക്കും നേരെ കോടതിക്കകത്ത് വെച്ച് പോലും അക്രമം. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണോ? ഈ വിഷയത്തിലുള്ള പ്രേക്ഷകരുടെ പ്രതികരണമാണ് ഇന്നത്തെ മാറ്റുലി. അവിടെ അഫ്സൽ ഗുരു അനുസ്മരണവുമായി ബന്ധപ്പെട്ട് JDU എന്ന വിദ്യാർത്ഥി സംഘടന നടത്തിയിട്ടുള്ള അനുസ്മരണം പരിപാടി
അത് അലങ്കോലപ്പെടുത്തുന്നതിന് ABVPയുമായിട്ടുള്ള ഒരു സംഘർഷം നടക്കുന്നതിനിടയിൽ വിദ്യാർത്ഥികൾ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് JNUവിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കനയ്യകുമാർ അവിടെ എത്തിയിട്ടുള്ളത്. നേരത്തെ ABVPയുടെ സ്ഥാനാർത്ഥിക്കെതിരായി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ അവിടെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തിട്ടുള്ള കനയ്യകുമാർ ഒരു ഉഗ്രം ഭാഗ്യമി കൂടിയായിരുന്നു. അദ്ദേഹം ഗവൺമെൻറ്റിനെതിരായും മോഡി സർക്കാരിനെതിരായിട്ടുള്ള നേരത്തെ ഈ സംഘർഷം നടക്കുന്നതിന് 20 മിനിറ്റ് നേരം അവിടെ സംസാരിക്കുകയുണ്ടായി. അങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ ഈ സർക്കാരിൻ്റെ കാവ്യവൽക്കരണത്തിന്, വിദ്യാഭ്യാസ മേഖലയിലുള്ള കാവ്യവൽക്കരണത്തിനെതിരായിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ള കനയ്യകുമാറിനെ അവനെ നേരത്തെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ BJPയും ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു തിരക്കഥയുടെ ഭാഗമായിട്ടാണ് അഫ്സൽ ഗുരുവിൻ്റെ അനുസ്മരണവുമായി ASFനോ CPIക്കോ യാതൊരു പങ്കുമില്ല. അതിനെ പരസ്യമായി എതിർക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ASFും അതുപോലെ തന്നെ CPIയും നടത്തി. പറ, നിങ്ങൾ തന്നെ പറയും. എന്തിന് അഫ്സൽ ഗുരുവിന് വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്? അത് ഒരു കോടതി വിധിച്ച ഒരാളെ, അത് എന്തുകൊണ്ടാണ് നമ്മ എന്തിനാണ് ഇനി വേണ്ടിയിട്ട് മെനക്കെടുന്നത്? നമ്മൾ രാജ്യസ്നേഹമുള്ളവരാണ്, ഇല്ലയെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഇതെല്ലാം പോയാ ഇല്ല, ഒബ്സർവ് ചെയ്യണം. നമ്മൾ നോക്കിയിട്ട് മനസ്സിലാക്കും. എന്നാലും ഈ അഫ്സൽ ഗുരുവിനെ പ്രശംസിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കടുങ്കയ്യാണ്. ഏറ്റവും ചെറിയ പൈസ കൊണ്ട് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന അതാണ്. അത് മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾ? അതല്ല, നമുക്ക് മറ്റേ ഇവരോടൊന്നും ഇതില്ല. വിദ്യാർത്ഥികളെ ശിക്ഷിക്കുന്നതോ ഇതൊന്നും നമ്മളെ ഒരു 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 ഇതുമല്ല. ഈ മൊത്തത്തിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്വാഭാവികമായും 30,000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി, രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നു ചേർന്നിട്ടുള്ളതായ വിദ്യാർത്ഥികൾ, പല വികാരങ്ങളുള്ള വിദ്യാർത്ഥികൾ. ഈ അഫ്സൽ ഗുരുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചിലപ്പോൾ അതിനോട് വിധേയപ്പെട്ടു നിൽക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ പോലും മൊത്തത്തിൽ വിദ്യാർത്ഥി സമൂഹത്തിന് നേരെ ഈ രീതിയിലുള്ള വലിയ ഫാസിസ്റ്റുകളുടെ അഴിഞ്ഞാട്ടം വളരെയധികം മോശമായിപ്പോയി. അതും ഒരു കോടതി വരാന്തിയിലൊക്കെ പോയി വല്ലാത്ത രീതിയിൽ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങളാണ് ഇന്ത്യയിലെ പോലീസ് എന്ന് വരുത്തുന്ന രീതിയിലേക്ക് വർഗീയ ഫാസിസ്റ്റുകൾ ചെയ്തിട്ടുള്ള ഈ ക്രൂരമായ അക്രമം പ്രതിഷേധിക്കണമെന്ന് പ്രത്യേകിച്ച് ഒരു MLA അടക്കം, BJPയുടെ ഒരു MLA അടക്കം നേതൃത്വം കൊടുത്തുകൊണ്ട് ഇന്ത്യയിലത്തെ ഈ രീതിയിൽ അഴിഞ്ഞാടുന്ന വർഗീയ ഫാസിസ്റ്റുകൾക്കെതിരെ ജനങ്ങളുടെ മനസ്സാക്ഷി ഉയരേണ്ടതുണ്ട് എന്നാണ് എനിക്ക് അവസരം. മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചതിൽ ശക്തമായി പ്രതിഷേധിക്കുന്നു. അവിടെ കുറച്ച് കുട്ടികൾ ദേശവിരുദ്ധ മുദ്രാവാക്യം വിളിച്ചു എന്ന പേരിൽ ABVPയുടെയും BJPയുടെയും ആളുകൾ കുട്ടികൾക്ക് നേരെ വ്യാപകമായ അക്രമം അഴിച്ചുവിടുകയും പട്യാല കോടതിയിലേക്ക് ഹാജരാവാൻ നിയമപരമായ സംരക്ഷണം നേടാൻ, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന അനുസരിച്ചുള്ള നിയമപരമായ സംരക്ഷണം നേടുന്നതിനു വേണ്ടി കോടതിയുടെ മുമ്പാകെ എത്തിയ വിദ്യാർത്ഥി നേതാവിനെയും സംഘത്തെയും BJPയുടെ ആളുകൾ, കോട്ടിട്ട വക്കീൽ വേഷം ധരിച്ച ആളുകൾ ക്രൂരമായി മർദ്ദിക്കുകയും അവിടെ ഇന്ത്യൻ ജനാധിപത്യത്തെയും അതുപോലെ തന്നെ നമ്മുടെ ജുഡീഷ്യറിയെയും വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു സംഭവ പരമ്പരയാണ് അവിടെ അരങ്ങേറിയത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ രാജ്യം ഭരിക്കുന്ന BJPയുടെ അസഹിഷ്ണുത, ആ അസഹിഷ്ണുത എത്രമാത്രം അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ വിഷയത്തെ നോക്കിക്കാണാൻ സാധിക്കും. നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്യാപാരി സംഘടനകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ കടയടപ്പ് സമരം പൂർണ്ണം. വലിയപറമ്പ പടന്നക്കടപ്പുറം റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട്
വലിയപറമ്പ വികസന സമിതിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധ സമരം. ടെലിവിഷൻ സീരിയലുകൾ ജനങ്ങളിൽ സാംസ്കാരിക വിഷം കുത്തിനിറയ്ക്കുകയാണെന്ന് ചലച്ചിത്ര താരം പ്രേംകുമാർ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ പല സ്ത്രീ കഥാപാത്രങ്ങൾ ഈ TV സീരിയലുകളിലൊക്കെ വരുന്നത്. എന്തൊരു അഹംഭാവവും ധിക്കാരവും ഒക്കെയാണ് അത്തരം കഥാപാത്രങ്ങൾ. കാങ്കോൾ ടൗണിൽ ഓവുചാൽ സ്ലാബ് തകർന്നത് ജനങ്ങൾക്ക് ദുരിതമാക്കുന്നു. ISO പുരസ്കാരത്തിന് പിന്നാലെ ജില്ലയിലെ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫിയും പെരിങ്ങോം വയക്കര പഞ്ചായത്തിന്. ഇരട്ട നേട്ടത്തിന്റെ ആഹ്ലാദത്തിൽ ഭരണസമിതിയും ജനങ്ങളും. ഈ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.